വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ സജീവമായ വാർത്താ ദിനം തുടരുകയാണ്, രാവിലെ തുടരുകയാണ്. അപ്പോൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിലമ്പൂരിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം UDF മുന്നണിക്കുള്ളിലെ ഒരുപക്ഷെ സമവാക്യങ്ങളെ പോലും പൊളിച്ചെഴുതുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. PV അൻവറിന്റെ പേരിൽ UDF-ൽ കലഹം. കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടിട്ടും മുന്നണി പ്രവേശനം വൈകിയതിൽ കടുത്ത അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. VD സതീശന് രൂക്ഷ വിമർശനം. തീരുമാനം വൈകിച്ച് വഷളാക്കിയെന്ന് ലീഗ് നേതൃയോഗത്തിൽ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കഴിയും വരെ പരസ്യ പ്രതികരണത്തിനില്ല. നിലമ്പൂരിൽ ഇന്ന് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം. M സ്വരാജും മോഹൻ ജോർജും PV അൻവറും പത്രിക നൽകും. UDF കൺവെൻഷൻ വൈകിട്ട് KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. മാനേജറെ ഉണ്ണി മുകുന്ദൻ തല്ലിയെന്ന പരാതി ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകളുടെ യോഗം ഇന്ന് ചേർന്നേക്കും. ഉണ്ണി മുകുന്ദനോടും പരാതിക്കാരൻ വിപിൻ കുമാറിനോടും അമ്മ ഓഫീസിലെത്താൻ നിർദ്ദേശം. യോഗത്തിൽ ഫെഫ്ക പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് സ്കൂളുകൾ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ സ്കൂളിൽ. പുതിയ അധ്യയന വർഷം. ക്ലാസ് സമയം അരമണിക്കൂർ അധികം. 10ാം ക്ലാസ്സിൽ ഇനി റോബോട്ടിക്സും പഠന വിഷയം. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ആശങ്ക വ്യാപകം. നിലവിൽ സംസ്ഥാനത്ത് 1400 കോവിഡ് ബാധിതർ. IPL ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സിന് എതിരാളികൾ പഞ്ചാബ് കിങ്സ്. ഫൈനൽ പ്രവേശം. മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് തകർത്ത് വിജയശില്പിയായി ശ്രേയസ് അയ്യർ. ആദ്യം തന്നെ പോകാം നിലമ്പൂരിലേക്ക്. പോരാട്ടം മുറുകുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, TMC സ്ഥാനാർത്ഥി PV അൻവർ എന്നിവർ പത്രിക സമർപ്പിക്കും. UDF നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ വൈകുന്നേരം 3-ന് കോടതിപ്പടിയിലാണ് കൺവെൻഷൻ ഉള്ളത്. CV അനുമോദും MS അനീഷ് കുമാറുമാണ് നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം CV അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ നിലമ്പൂരിലെ പൊതുചിത്രം, അതായത് ഇന്ന് സ്ഥാനാർത്ഥികൾ എല്ലാവരും ആര്യാടൻ ഷൗക്കത്ത് ഒഴിച്ച് ബാക്കി എല്ലാവരും പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്. പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമാണ്. അപ്പോൾ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നതൊക്കെ അടക്കം, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനുള്ള ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ പൊതുചിത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ, അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അത് UDF-ന് അകത്തും പുറത്തുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് എത്രത്തോളം UDF-ന് പ്രതികൂലമായി ബാധിക്കാനുള്ളൊരു സാഹചര്യവും നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ മുന്നണിക്കുള്ളിൽ തന്നെ മുന്നണി സമവാക്യങ്ങളെ പോലും പൊളിച്ചെഴുതുന്ന തരത്തിൽ, തകർക്കുന്ന തരത്തിലേക്ക് ഈ വിവാദം ചെന്ന് നിൽക്കുന്നു എന്നതല്ലേ സാഹചര്യം. സതീശൻ ഒറ്റൊരാൾ കാരണം അൻവർ എന്ന സ്വാധീന ശക്തിയെ UDF-ന് നഷ്ടമായി എന്ന വിലയിരുത്തൽ ലീഗിനുണ്ട്. മാത്രമല്ല, ലീഗ് മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളും നിലപാടുകളും ഒന്നും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല, അത് ആ തരത്തിൽ മുന്നോട്ട് പോയില്ല എന്നുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് UDF-ന് നിലമ്പൂരിൽ പ്രതികൂലമായാൽ ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് കോൺഗ്രസ് ഒരു വിള്ളൽ, അതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും എന്നതാണോ നിലവിലത്തെ ചർച്ചാ വിഷയം? ആര്യ, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിലെ PV അൻവർ UDF-നൊപ്പം നിൽക്കേണ്ടത് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് മുസ്ലിം ലീഗ് കരുതുന്നുണ്ട്. നിലമ്പൂരിൽ മാത്രമല്ല, മലബാറിൽ പലയിടങ്ങളിലും മലയോര മേഖലകളിലൊക്കെ PV അൻവറിൻ്റെ സ്വാധീനമുണ്ടെന്ന് ലീഗ് കരുതുന്നുണ്ട്. അതാണ് PV അൻവർ LDF വിട്ട് MLA സ്ഥാനം രാജിവെച്ചപ്പോൾ തന്നെ ലീഗ് അൻവറിനെ ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അൻവർ ഏത് കാര്യത്തിനും ലീഗിനെ ആയിരുന്നു ആദ്യം സമീപിച്ചിരുന്നത്. ലീഗിൻ്റെ പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അൻവറിൻ്റെ പല നീക്കങ്ങളും ഉണ്ടായത്. അൻവറിനെ UDF-ൽ എടുക്കാൻ കഴിഞ്ഞ മാസം 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ തീരുമാനിച്ചു. അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് പ്രഖ്യാപിക്കാനുള്ള കാര്യം UDF ചെയർമാനെ നിർദ്ദേശിക്കുകയും ചെയ്തു അദ്ദേഹത്തോട്.
പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാവാനുള്ള കാരണമെന്നാണ് ലീഗിൻ്റെ ഒരു പ്രാഥമികമായിട്ട് വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറ്റിയത്. വി.ഡി. സതീശൻ്റെ ചില പിടിവാശികളാണ് ഈ ഒരു വിഷയം കൈവിട്ടു പോകാൻ ഉള്ള കാരണമെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. ലീഗ് ഇത്രയും ഗൗരവത്തിൽ ഒരു വിഷയം കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ചർച്ച ചെയ്തിട്ട് പോലും അതിനോട് സ്വീകരിച്ച ഒരു സമീപനം അത് ലീഗിനെയും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം മുൻപൊക്കെ ലീഗ് ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് ഉണ്ടായിരുന്നു. അത് മാറിയ സാഹചര്യത്തിൽ പക്ഷേ ലീഗ് പലവട്ടം ശ്രമിച്ചിട്ടും ലീഗിൻ്റെ ഇടപെടൽ സജീവമായി ഉണ്ടായിട്ടും അത് ഫലത്തിലെത്തിച്ചില്ല എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായ മറ്റൊരു വേദന. ആ കാര്യം ലീഗിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ പോലും ലീഗിനെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ PV അൻവർ മത്സരിക്കുമ്പോൾ അത് UDF എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിലും ലീഗിന് ആശങ്കയുണ്ട്. UDF ജയിക്കും, കൈമൈ മറന്ന് പോരാടും എന്നെല്ലാം പറയുമ്പോഴും ഏതെല്ലാം മേഖലയിൽ നിന്ന് വോട്ടുകൾ അൻവറിന് ലഭിക്കുമെന്ന് ഇപ്പോഴും പറയാനാകില്ല. അതിൽ ചോരുന്ന വോട്ടുകളിൽ UDF നിന്നുള്ളതും ഉണ്ടാകും എന്നൊരു വിലയിരുത്തലും ലീഗിനുണ്ട്. അപ്പോൾ കൈവശം ഉണ്ടായിരുന്ന ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തി ഈ ഒരു വിഷയം നീട്ടിക്കൊണ്ടുപോയി ഇതിനെ തുടർന്ന് എന്ന വിലയിരുത്തലാണ് പൊതുവെ ലീഗിനുള്ളത്. അതിനപ്പുറം ഈ ഒരു തർക്കം അത് കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു ആഭ്യന്തര വിഷയമായിട്ട് മാറുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഒട്ടും ലീഗും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ലീഗ് ഇതൊരു പരസ്യമായിട്ട് UDF ഒരു പ്രശ്നമായിട്ട് പരസ്യമായിട്ട് ഇക്കാര്യങ്ങൾ എവിടെയും ചർച്ച ചെയ്യില്ല. ഒരു തരത്തിലും ആ വിഷയത്തിൽ മറുപടിയും പറയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി ലീഗ് പ്രതികരിക്കും, നിലപാടെടുക്കും എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF വിചാരിച്ച മേൽക്കൈ കിട്ടിയില്ലെങ്കിൽ, UDF വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് മുന്നണി ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ തീർക്കും. കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിൻ്റെ വിധിയെഴുത്തായിട്ടായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുക. അപ്പോൾ ഇതിൽ LDF വിജയിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 സർക്കാരുകൾക്കും ജനപിന്തുണ ഉണ്ടായിരുന്നുവെന്നും UDF മറ്റുള്ളവർ ഉന്നയിച്ച ആരോപണങ്ങളും ആക്ഷേപങ്ങളും അത് വെറുതെയായിരുന്നുവെന്നും അത് തുടർ ഭരണത്തിലേക്കുള്ള വഴിയൊരുക്കുമെന്നുമുള്ള വിലയിരുത്തലാകും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അത് ലീഗിൻ്റെ രാഷ്ട്രീയ നീക്കുപോക്കുകളെയും ബാധിക്കും. UDF ഭരണത്തിലില്ലാത്ത UDF തുടർച്ചയായിട്ട് 10 വർഷത്തിലധികം നിലനിന്നിട്ടും തിരിച്ചെത്താൻ കഴിയാത്തൊരു സാഹചര്യം ലീഗിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലീഗ് ആ ഘട്ടത്തിൽ UDF നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ LDF ചേരുന്നതിനെക്കുറിച്ച് പോലും ആലോചിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രമാത്രം ഗുരുതരമാണ് UDF ഈ ലീഗിൻ്റെ അതിർത്തി ഉണ്ടാക്കുന്ന തുടർ ചലനങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവനകൾക്കോ ചർച്ചകൾക്കോ ഇടം കൊടുക്കുകയില്ല. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും, അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ലീഗിൻ്റെ തുടർ നീക്കങ്ങൾ. ഇപ്പോൾ ഇതൊരു ചർച്ചയാക്കി തെരഞ്ഞെടുപ്പിൻ്റെ മൊമെൻറ്റം കളയാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാനും ഈ ഒരു ഘട്ടത്തിൽ ലീഗ് ആലോചിക്കുന്നില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് ഇപ്പോൾ UDF നിലനിൽപ്പിൻ്റെ കൂടി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിഷയം ചർച്ച ചെയ്യാതെ പരമാവധി ജയത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പോരാടുക. പക്ഷേ ഇതിലുള്ള അതൃപ്തി അത് കൃത്യമായിട്ട് അറിയിക്കേണ്ടവരെ ഇതിന് ശേഷം അറിയിക്കുക തന്നെ ചെയ്യും ലീഗ് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും നിലമ്പൂരിൽ അനായാസം വിജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യം UDF ചില പ്രശ്നങ്ങൾ PV അൻവറുമായി കോൺഗ്രസ് നടത്തിയ ചർച്ചകളിലെ ഉണ്ടായ അപാകതകൾ, PV അൻവറിനെ ഉൾക്കൊള്ളേണ്ടതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നതിൽ കാലതാമസമുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ അനായാസം വിജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിനെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് പൊതുവേ ഉള്ളത്. അത് എങ്ങനെ മറികടക്കുമെന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. UDF മുന്നണിക്കുള്ളിൽ തന്നെ ഇത് ഇത്തരത്തിൽ വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു വിള്ളലിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. അനുമോദ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഇടപെട്ടാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പതിവ് ധാരണ കൂടിയാണ് ഇവിടെ അൻവറിന്റെ കാര്യത്തിൽ തെറ്റിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഇത്രത്തോളം ആവശ്യം ഉന്നയിച്ചിട്ടും അൻവറിനെ ഒപ്പം കൂട്ടണം, ഒരു അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിൽ പോലുമെങ്കിലും ഒപ്പം കൂട്ടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും അത് ചെവിക്കൊള്ളാതിരുന്നത്, പ്രത്യേകിച്ച് VD സതീശൻ അതിനോട് മുഖം തിരിച്ചത് എന്തുകൊണ്ടാകും? ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു ആധിയും പരാതിയും VD സതീശൻ ഇതിനോട് കാണിച്ച സമീപനത്തിനാണ്. VD സതീശന്
ഈ ഒരു വിഷയത്തിൽ ഒരു താല്പര്യക്കുറവ് ഉണ്ടായ പോലെ ലീഗിന് അനുഭവപ്പെടുന്നുണ്ട്. അതിലേക്ക് നയിച്ച കാരണം സീറ്റിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ്. PV അൻവർ ആവശ്യപ്പെട്ട ആദ്യം 2 സീറ്റുകൾ ആവശ്യപ്പെട്ടത് അത് UDFന് നൽകാനാകില്ലെന്ന് പറഞ്ഞു. തുടർന്ന് സിറ്റിംഗ് സീറ്റാണ് അൻവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് വേണമെന്ന് അൻവറിൻ്റെ ആവശ്യം, അതും ഈ കോൺഗ്രസിനെ പ്രത്യേകിച്ച് VD സതീശന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സാഹചര്യമല്ല. ലീഗ് വേണമെങ്കിൽ സീറ്റ് നൽകിക്കോട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ ലീഗിന് അത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അൻവർ തൻ്റെ സിറ്റിംഗ് സീറ്റ് നൽകിയത് മുസ്ലിം ലീഗിനല്ല, കോൺഗ്രസിനാണ്. അപ്പോൾ കോൺഗ്രസിനാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. അങ്ങനെയാണെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്ന കാര്യത്തിലേക്ക് അൻവർ വരുമ്പോൾ അത് നൽകുവാനും കോൺഗ്രസിന് താല്പര്യം വരുന്നില്ല. അപ്പോൾ ഈ സീറ്റിനെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങളെ വഷളാക്കി. VD സതീശന് അതിലൊരു കൃത്യമായ സൊല്യൂഷനിലേക്ക് എത്തുവാനും കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഈ വിഷയം ഇത്രയും നീണ്ടുപോകാനും ഇത്രയും ഗുരുതരമാകാനുമുള്ള ഒരു കാരണം ഒരു സിറ്റിംഗ് സീറ്റ് അൻവർ വിട്ടു നൽകിയിട്ടും അൻവറിന് വിജയസാധ്യതയുള്ളൊരു സീറ്റ് വാഗ്ദാനം ചെയ്യാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇങ്ങനെ വഴിതിരിഞ്ഞു പോകാനുള്ള ഒരു കാരണമായി വിലയിരുത്തുന്നതും. ഏതാണെങ്കിലും ഇനി അതേ വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ അൻവർ നെക്സസ് എന്ന വലിയ ആക്ഷേപം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയനും VD സതീശനും നെക്സസ് ആണെന്ന ഒരു ഗുരുതരമായ ആക്ഷേപത്തിലേക്ക് ഈ കാര്യങ്ങളെ എത്തിച്ചതും ഈ ഒരു VD സതീശൻ തീരുമാനമെടുക്കുന്നതിൽ വന്ന കാലതാമസമാണ്, അതിൻ്റെ പിന്നിലെ കാര്യങ്ങളുമാണ്. ആര്യ, തീർച്ചയായും അനുമോദം തുടരുക. അനുമോദിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, എന്തായാലും ഈ രാഷ്ട്രീയ വിഷയം UDFനകത്ത് ഇത്തരത്തിൽ പുകയുമ്പോഴും ഇനി നമ്മൾ നിലമ്പൂരിലെ ഒരു പൊതു ചിത്രത്തിലേക്ക് എത്തിയാൽ ഇന്ന് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമാണ്. സ്വരാജും അൻവറും BJP സ്ഥാനാർത്ഥിയും ഒക്കെ ഇന്നാണ് പത്രിക സമർപ്പിക്കുന്നത്. അതോടൊപ്പം നേരത്തെ നമുക്കറിയാം SDP-യുടെ സ്ഥാനാർത്ഥിയൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടോ എന്നുള്ളതിൻ്റെ മൊത്തം മത്സരത്തിന് ഒരു പൊതുചിത്രം ഇന്ന് വ്യക്തമാകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇവരൊക്കെ പത്രിക സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പത്രിക സമർപ്പിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുന്ന ഒരു ദിവസമാണെന്ന്. കാരണം ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഏറ്റവും കൃത്യമായ ഒരു ചിത്രം ലഭിക്കും. നമ്മളിപ്പോൾ ഉള്ളത് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വീട്ടിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം വീട്ടിൽ നിന്നിറങ്ങുകയും പര്യടന പരിപാടികൾക്ക് അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിടുകയും ചെയ്യും. ഏതാണ്ട് 10:00-ഓടുകൂടി പത്രിക സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ വിവരം നൽകിയിരിക്കുന്നത്. രാവിലെ വിവിധ ഇടങ്ങളിലെ ആളുകളെയൊക്കെ സന്ദർശിച്ച ശേഷം പിന്നീട് ചന്തക്കുന്ന് ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്നും പ്രകടനമായി നേതാക്കളോടൊപ്പം പിന്നീട് താലൂക്ക് ഓഫീസിലെത്തി പത്രിക സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒരു സർപ്രൈസ് എൻട്രിയായി വരുന്ന തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം നടക്കും. എന്തായാലും M സ്വരാജ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പത്രികാ സമർപ്പണ ദിവസമാണ്, ഏറെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. അദ്ദേഹം ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇന്നലെ വലിയ ആവേശം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കം പ്രകടമായിരുന്നു. വലിയൊരു ജനക്കൂട്ടം ഇന്നലെ കൺവെൻഷനിലെത്തുന്ന ഒരു കാഴ്ച, സ്ഥാനാർത്ഥി ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അതിന്റെ ഒരു സന്തോഷമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഒരു വലിയ സ്വീകരണമാണ് ഇന്നലെ കൺവെൻഷനിൽ. ഒരുപക്ഷെ നിലമ്പൂർ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയ ജനക്കൂട്ടം. നിങ്ങളെല്ലാവരും ഇവിടെ വന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനകത്ത് റെഡി ആയിട്ട് ഇറങ്ങിയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങളെ സഹപ്രവർത്തകർ തന്നെ കുറച്ച് പേര് രാവിലെ 7:30 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ചുപേര് ഇവിടെ എത്തി. നിങ്ങൾ തമ്മിൽ പണമോന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് കൊടുക്കാൻ പാടില്ല, അവിടുന്ന് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്താ നിങ്ങൾ ചോദിച്ചെന്താ? LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ അഭൂതപൂർവമായ വലിയ ജനപിന്തുണയാണ് മണ്ഡലം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ. റോഡ് ഷോയും ഇന്നലെ നടന്ന മണ്ഡലം കൺവെൻഷനെല്ലാം നിങ്ങളെല്ലാവരും സാക്ഷിയാണ്, എല്ലാറ്റിനും സാക്ഷിയാണ്. ആർത്തിരമ്പി എത്തിയ, നാടാകെ ഒഴുകിയെത്തിയ ഒരു അത്യാവേശകരമായ അനുഭവമാണ് ഉണ്ടായത്. അങ്ങനെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ച പ്രിയപ്പെട്ട നാടിനെ, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഹൃദയാഭിവാദനം. അവർക്കെല്ലാം നന്ദി പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാം അവരുടെ ഒരു കടമ പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്.
അപ്പോൾ വലിയ ആവേശത്തിലാണ് LDF പ്രവർത്തകർ. സ്വാഭാവികമായും സ്ഥാനാർത്ഥിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. നിങ്ങളിലൂടെ ഞാൻ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തും. 4 സ്ഥാനാർത്ഥികളുണ്ട് ഈ മത്സര രംഗത്ത്. അത് എങ്ങനെയായിരിക്കും ഈ വിജയ സാധ്യതയെ കൂടുതൽ കൂട്ടുന്നുണ്ടോ? 4 സ്ഥാനാർത്ഥികൾ. ഞാൻ ഈ കാര്യം മുമ്പും പറഞ്ഞിരുന്നു. എത്ര സ്ഥാനാർത്ഥികളുണ്ടെന്നുള്ളത് നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അന്തിമമായിട്ട് അറിയാൻ കഴിയുക. എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കൂടുതൽ പേർ മത്സരിക്കുമ്പോൾ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും മത്സരിക്കട്ടെ. ജനങ്ങൾക്കപ്പോൾ നല്ല നിലയിൽ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതി വിനിയോഗിക്കാനും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ എന്ന അഭിപ്രായമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കുള്ളത്. സ്ഥാനാർത്ഥികളിൽ ഒരാള് അതെന്തെങ്കിലും തരത്തിൽ വോട്ടുകൾ അല്ല, അതൊക്കെ പഴയൊരു കാര്യമല്ലേ. അദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ലാതെ ആയിട്ട് എത്ര നാളായി. വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടി കിട്ടുകയാണ് നിലമ്പൂരിലുള്ള CPM പ്രവർത്തകർക്ക്, ഇടത് പ്രവർത്തകർക്ക്. അത് വലിയൊരു ആവേശമാകുമെന്നും തോന്നുന്നുണ്ടോ? അതും ഒരു ആവേശം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്ക് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിച്ച അനുഭവം ഇവിടെയുണ്ട്. എന്നാൽ കുറച്ച് നാളായിട്ട് 3 തെരഞ്ഞെടുപ്പായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഈ നാട് സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. LDF പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ട് ഇതും ഒരു ആവേശകാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. കവി സച്ചിദാനന്ദൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. നിലമ്പൂരിലായിരുന്നുവെങ്കിൽ അങ്ങേക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു. ആശാസമരവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിനെതിരെ വിമർശനം തുടരുന്നതിനിടയിലാണ് താങ്കളെ യുദ്ധവിരുദ്ധ നിലപാടിന്റെ പേരിൽ ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നത് താങ്കൾക്ക് വേണ്ടി. സച്ചിദാനന്ദൻ ഞങ്ങളൊക്കെ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ എത്ര കവിതകളാണ് ആ കാലത്ത് ഞങ്ങളുടെ ചിന്തകൾക്ക് വഴികാട്ടിയിട്ടുള്ളതെന്ന് പറയാനാവില്ല. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ആത്മകഥയൊക്കെ ഇപ്പോഴും എന്റെ നാവിൽ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അവരുടെ സ്വപ്നങ്ങളെങ്കിലും നഷ്ടമാകുന്നില്ലല്ലോ എന്നൊക്കെ തുടങ്ങി ഒരുപാട്. അതുപോലെ തന്നെ എല്ലാം മറക്കുന്നവനെന്നൊരു കവിത, സുഗന്ധ രാജ്യത്തെ ഹ്വാത്സ എന്ന ചെറുപ്പക്കാരന് മറവി രോഗം ബാധിച്ചു എന്നാരംഭിക്കുന്ന ഒരു കവിതയുണ്ട്. അങ്ങനെ ഒരുപാട് കവിതകൾ, ഒരുപാട് കവിതകൾ. ഇവിടെ നമ്മൾ പുറത്തു കഴിഞ്ഞാൽ ആ കവിതയെക്കുറിച്ച് തന്നെ നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാൻ കഴിയും. അപ്പോൾ മലയാള കാവ്യ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവും ഊർജവും നൽകിയ ഒരു കാലത്ത് ഇപ്പോഴും ക്യാമ്പസുകളിലും യുവജനങ്ങളുടെ ഇടയിലും ചിന്തിക്കുന്നവരിലൊക്കെ അഗ്നി പടർത്തിയ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലഭിക്കാവുന്ന അംഗീകാരത്തിന്റെ ഏറ്റവും ഉയർന്നതാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദനെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കവിതകളെ പഴയതുപോലെ തന്നെ ഹൃദയത്തോട് ചേർക്കുന്നു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പറയുന്നവരെ ഞാനത് അറിഞ്ഞിട്ടില്ല. നവമാധ്യമങ്ങളൊന്നും അങ്ങനെ ഈ തിരക്കുകൾക്കിടയിൽ നോക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. വ്യക്തിപരമായി കുറച്ചുകൂടെ ക്ലീൻ ആവുന്നുണ്ട് തെരഞ്ഞെടുപ്പ്. കാരണം ഇന്നലെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ആൾ താങ്കൾക്കെതിരെയും UDF സ്ഥാനാർത്ഥിക്കെതിരെയും വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടപ്പെട്ടി പ്രയോഗം ഇപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. വാൺ ചെയ്ത് പറയുന്നു വീണ്ടും. അല്ല, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ പൂർണ്ണമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നാടാകെ ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്. നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാം. തെരഞ്ഞെടുപ്പില് നാടിന്റെ വികസനത്തെക്കുറിച്ച്, ജനങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ഗവൺമെന്റ് നടപടികളുടെ ഭാഗമായി വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, നിലമ്പൂരിന്റെ വികസനത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എത്രയോ കിടക്കുന്നു. അപ്പൊ പിന്നെ വ്യക്തിപരമായ വിദ്വേഷത്തിനോ അത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. പിന്നെ ഓരോരുത്തരും അവരവരുടേതായ ശൈലിയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. നമുക്കതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണാം. എനിക്കതിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഓക്കെ, ശരി. സ്വരാജാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇന്ന് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമാണ്. ഇന്നാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കുന്നത്. അതിന് മുന്നോടിയായി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് LDF സ്ഥാനാർത്ഥി സ്വരാജും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും TMC സ്ഥാനാർത്ഥി PV അൻവറും ഒക്കെ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്. വളരെ ആവേശോജ്വലമായി പ്രചാരണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ LDF കൺവെൻഷൻ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് പത്രികാ സമർപ്പണം നടക്കുകയാണ്. വളരെ ആവേശോജ്വലമായി പ്രവർത്തകർക്കൊപ്പം തന്നെ എത്തി പത്രിക സമർപ്പിക്കുക എന്നതാണ് സ്ഥാനാർത്ഥികളുടെ ഉദ്ദേശം. അനീഷുണ്ട് നമുക്കൊപ്പം. അനീഷ്, ഇന്ന് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സ്വരാജ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ.
തീർച്ചയായും വലിയ ആവേശമാണ് ഈ അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലേക്ക് എത്തിയ നിമിഷം മുതൽ പാർട്ടി പ്രവർത്തകർ നൽകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലുപരി പാർട്ടി ചിഹ്നത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയുന്നു എന്നതിന്റെ ഒരു ആവേശവും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ പ്രകടമായിരുന്നു. ഒരുപക്ഷെ സമീപകാലത്ത് നിലമ്പൂരിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കൺവെൻഷൻ എന്ന രീതിയിലാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിദ്ധമായത്. വലിയ പങ്കാളിത്തം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഈ പ്രസംഗം കേൾക്കാൻ എത്തിയ ആളുകൾ അവസാന പ്രാസംഗികന്റെ പ്രസംഗം പോലും കേട്ട ശേഷം മടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും വലിയൊരു ആവേശം പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിന്റെ എല്ലാ ആവേശവും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. ഇപ്പോൾ പത്രികാ സമർപ്പണത്തിനായി അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനി പാർട്ടി ഓഫീസിലൊക്കെ പോയി പ്രവർത്തകരെയൊക്കെ കണ്ട് അതിനുശേഷം ലഘുവായ പര്യടനങ്ങളുണ്ട് രാവിലെ. അതിനുശേഷം 10 കൂടിയാവും ചന്തക്കുന്ന് ഭാഗത്തെത്തുകയും പിന്നീട് പ്രകടനമായി പത്രികാ സമർപ്പണത്തിനായി താലൂക്ക് ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ ഈ പര്യടന പരിപാടികളിലും വലിയൊരു ജനക്കൂട്ടം ഉണ്ടാവും. ഇന്ന് 3 പത്രികകൾ സമർപ്പിക്കുന്ന അല്ലെങ്കിൽ 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്. LDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഒപ്പം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്ന PV അൻവറിന്റെയും പത്രികാ സമർപ്പണമുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ആവേശം 3 ഭാഗത്തു നിന്നും പ്രകടമാവുന്ന ഒരു ദിവസം കൂടിയാണ്. തീർച്ചയായും സനീഷ് കുമാറാണ് അവിടെ നിന്ന് ചേർന്നത്. നമുക്ക് ഒരിക്കൽ കൂടി CV അനുമോദിലേക്ക് കൂടി പോകാം. അനുമോദ്, എന്തായാലും മത്സര ചിത്രം ഇന്ന് പൂർണ്ണമായും തെളിയുന്ന ദിവസം കൂടിയാണ്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ ആവേശമുണ്ട്. പ്രചാരണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പ്രചാരണം ഈ പത്രികാ സമർപ്പണത്തിന് ശേഷം മറ്റൊരു തലത്തിലേക്ക്, ഒരു അടുത്ത പടിയിലേക്ക് കൂടി കടക്കും ഇന്നുള്ളത് തീർച്ചയാണ്. നമുക്കറിയാം, അൻവർ തുടങ്ങി വെച്ചത് പിണറായിസത്തിനെതിരായ പോരാട്ടം എന്ന നിലയിലാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൂടുതൽ സമയം വിമർശിക്കാൻ എടുത്തത് സതീശനെതിരെയും ഷൗക്കത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെയാണ്. അപ്പോൾ ഈ പ്രചാരണത്തിലേക്ക്, സജീവമായ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോഴും പിണറായിസത്തിനെതിരായിട്ടുള്ള പ്രചാരണം എന്നതിനപ്പുറം സതീശനെതിരെയും ഷൗക്കത്തിനെതിരെയും കോൺഗ്രസിനും UDFനും ഒക്കെ എതിരെയുള്ള ഒരു പ്രചാരണം, അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടുതലായി ഒരുപക്ഷെ അൻവറിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പോകുന്ന ദിവസങ്ങൾ കൂടിയായിരിക്കും അല്ലേ? തീർച്ചയായും പിണറായിയെ തോൽപ്പിക്കാൻ ഇറങ്ങി VD സതീശനുള്ള എതിർപ്പ് കാരണം അരുൺ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. അതായത് പിണറായിയെ തോൽപ്പിക്കാൻ അൻവർ പ്രതീക്ഷിച്ച പോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോഴിപ്പോൾ അൻവർ പറയുന്നത് താൻ നേടുന്ന വോട്ടുകൾ അതാണ് പിണറായിയോടുള്ള ശരിയായ മറുപടി. അത് അങ്ങനെ പിണറായിയെ അത് തുറന്നു കാണിക്കുവാൻ വേണ്ടി ആ വോട്ടുകളുടെ എണ്ണം കാണിക്കലാണ് ഇനി കഴിയുക. താൻ ഉദ്ദേശിച്ച പോലെ അല്ല ഈ സാഹചര്യങ്ങളെന്ന് അൻവർ സമ്മതിക്കുമ്പോഴും ഇനി VD സതീശനെതിരെയും അരുൺ ഷൗക്കത്തിനെതിരെയും ഒരു പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ച് അത്തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്കാണ് അൻവർ കടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്വരാജിനെതിരെയും ഷൗക്കത്തിനെതിരെയും നടത്തിയ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വരാജിനെതിരെ മുൻപുയർന്ന VSനെതിരായ അത്തരത്തിലുള്ള പരാമർശങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശബരിമല വിഷയകാലത്ത് സ്വരാജ് നടത്തിയിരുന്ന പരാമർശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അരുൺ ഷൗക്കത്തിന് എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ പിന്തുണയില്ലാതെ പറയുന്നു, വ്യാപാരികൾക്കിടയിൽ പിന്തുണയില്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഈ 2 പേർക്കുമുള്ള കുറവുകൾ എന്ന് അൻവർ കരുതുന്ന കാര്യങ്ങൾ അൻവർ കൂടുതൽ പറയുകയും ഒപ്പം തന്നെ അതിലേക്ക് നയിച്ചവർക്ക് നേരെയുള്ള വിമർശനം ശക്തമാക്കുകയും ചെയ്തപ്പോൾ ഇനിയുള്ള പ്രചരണ ദിവസങ്ങളിലും ഇതുതന്നെയായിരിക്കും അൻവറിന് പങ്കുവയ്ക്കാനുണ്ടാവുക. താൻ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു, താൻ എന്തുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന കാര്യം അദ്ദേഹം മുഖ്യ പ്രചരണ വിഷയമാക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹം വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക. LDFൽ നിന്നും UDFൽ നിന്നും വോട്ട് അദ്ദേഹത്തിന് ലഭിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഈ മാറിയ സാഹചര്യത്തിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെയാണ് തോൽപ്പിക്കുക, ആരെയാണ് ജയിപ്പിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും അൻവർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി പ്രകടനം പോലെ തന്നെയായിരിക്കും ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം ഉണ്ടാവുക. കാരണം താൻ ഇതുവരെ മത്സരിക്കാൻ തീരുമാനിക്കാത്ത ഒരാളെന്ന് അൻവർ പറഞ്ഞിരുന്നു. പണമില്ലാത്തതിന് മത്സരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണിപ്പോൾ അൻവർ മത്സരത്തിനിറങ്ങുന്നത്. അപ്പോൾ തൻ്റെ കൂടെ ഈ നാട്ടിലെ ജനങ്ങളുണ്ടെന്ന് കാണിക്കാൻ അതിന് ഉതകുന്ന ഒരു ശക്തി പ്രകടനം നടത്തി പത്രികാ സമർപ്പണത്തിലൂടെ തൻ്റെ പ്രചരണം തുടങ്ങാനാണ് അൻവർ ഉദ്ദേശിക്കുന്നത്. ആര്യ. ശരി, നിലമ്പൂരിൽ നിന്ന് CV അനുമോദും MS സനീഷ് കുമാറുമാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അങ്ങനെയാണ് നിലമ്പൂരിലെ വിശേഷങ്ങൾ. ഒരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. മത്സരിക്കാൻ തയ്യാറായെങ്കിലും PV അൻവറിന്റെ നീക്കങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം.
തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിച്ച 7-അംഗ സംഘം തൃണമൂലിനായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതായാണ് സൂചന. സംസ്ഥാന രാഷ്ട്രീയത്തിൽ PV അൻവറിന്റെയും TMCയുടെയും ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിനെ തികഞ്ഞ ഗൗരവത്തോടെയാണ് പാർട്ടി ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. അഭിഷേക് ബാനർജി നേതൃത്വം നൽകുന്ന റൂർക്കി IITയിൽ നിന്നുള്ള 7-അംഗ വിദഗ്ധ സംഘമാണ് PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കോഴിക്കോടും നിലമ്പൂരുമായി ക്യാമ്പ് ചെയ്യുന്നത്. അൻവർ മത്സരിക്കണമെന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് പകരം കോൺഗ്രസുമായി വിലപേശൽ നടത്താനുള്ള അൻവറിന്റെ തീരുമാനമാണ് TMC ദേശീയ നേതൃത്വത്തിന് സംശയങ്ങൾക്ക് വഴിവെച്ചത്. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നതിനപ്പുറം UDF പ്രവേശനത്തിനുള്ള സാധ്യതകൾ അടഞ്ഞതോടെയാണ് മത്സരരംഗത്തേക്ക് കടന്നുവരാൻ അൻവർ നിർബന്ധിതനായതെന്ന വിലയിരുത്തലിലാണ് തൃണമൂൽ നേതൃത്വം. പത്രിക പിൻവലിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ PV അൻവർ വീണ്ടും സമ്മർദ്ദ നീക്കങ്ങളിലൂടെ വിലപേശൽ നടത്തുമോ എന്നതും ഗൗരവത്തോടെയാണ് പാർട്ടി നോക്കിക്കാണുന്നത്. ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള സുവർണാവസരമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ TMC നോക്കിക്കാണുന്നത്. എന്നാൽ ചാഞ്ചാട്ടത്തോടെയുള്ള അൻവറിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മുഖ്യശത്രുവായ CPMന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്ന സന്ദേഹവും പാർട്ടിക്കുള്ളതായാണ് വിവരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാകും. തിരിച്ചടി നേരിട്ടാൽ PV അൻവറിന്റെ TMCയിലെ നിലനിൽപ്പും പരിങ്ങലിലാകുമെന്ന് ഉറപ്പ്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ജൂൺ 9-ന് 3-ാം മോദി സർക്കാരിന്റെ 1-ാം വാർഷികമാണ്. NDA സർക്കാരിന്റെ 11-ാം വാർഷിക ആഘോഷം വർണ്ണാഭമാക്കുകയാണ് മുന്നണി. ഭാരതീയ ജനതാ പാർട്ടി നിരവധി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ ശാക്തീകരിക്കുന്നു കഠിന പ്രയത്നം നടത്തിയെന്നും ആ ശ്രമങ്ങൾ വിജയം കണ്ടും എന്നാണ് പാർട്ടിയും മുന്നണിയും അവകാശപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 ഘടകങ്ങൾ സുപ്രധാനമാണ്. ഒന്ന്, ജനസംഖ്യ, പ്രത്യേകിച്ച് യുവാക്കളുടെ ജനസംഖ്യ. നിലവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്ത്യയിലാണ്. ജനാധിപത്യമാണ് രണ്ടാമത്തേത്. അതായത് എല്ലാ വിഭാഗങ്ങൾക്കും അർഹിക്കുന്ന അവസരങ്ങൾ ലഭ്യമാക്കുന്ന ജനാധിപത്യ സംവിധാനം. യുവാക്കൾക്ക് അർഹമായ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുന്നു. പ്രയത്നം ഫലം കണ്ടുവെന്നും അത് പ്രകടമാണ് എന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അക്കൗണ്ടുകളിലെ വൻ വർധന ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് കൂടുതൽ തൊഴിലവസരങ്ങളുടെ തെളിവാണ്. 2020 ഏപ്രിൽ മുതലുള്ള കണക്കുകൾ നോക്കിയാൽ 18-നും 28 വയസ്സിനും ഇടയിലുള്ള 3.45 കോടിയിലധികം യുവാക്കൾ അധികമായി EPFOയിൽ ചേർന്നു. ഇന്ത്യയെ ആകർഷണീയമായ ഒരു നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നിരന്തരമായിരുന്നു. ആഭ്യന്തര ഉത്പാദനം വർദ്ധിച്ചു. ഉത്പാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികളാണ് യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായത്. 10 ലക്ഷം ജോലികൾക്കായുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ്, റോസ്കാർ മേള ആ വഴിയിൽ നിർണായകമായിരുന്നു. വൈറ്റ് കോളർ നിയമനത്തിന്റെ പ്രധാന ബാരോമീറ്ററായ നൌകരി ജോബ് സ്പീക്ക് സൂചിക 2022 ഏപ്രിലിൽ 2878 പോയിന്റുകളിൽ എത്തി. 2021 ഏപ്രിലിൽ നിന്ന് 39% വളർച്ച രേഖപ്പെടുത്തി. സ്കിൽ ലെവൽ 6 മുകളിലുള്ള നൈപുണ്യ നിലവാരത്തിനായി 40 ക്വാളിഫിക്കേഷൻ പാക്കുകൾ സെക്ടർ സ്കിൽ കൗൺസിൽ രൂപം നൽകി. നൈപുണ്യ വികസനം യാഥാർത്ഥ്യമാക്കി. ട്രിച്ചി, റാണിപ്പേട്ട്, ഹരിദ്വാർ, ഭോപ്പാൽ, ഝാൻസി, വാരണാസി എന്നിവിടങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങൾ വഴി WRIയുടെ കീഴിലുള്ള CEFC ഇതുവരെ 8143 പേർക്ക് സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകി. അഗ്നിപത് പദ്ധതി പ്രകാരം യുവാക്കൾക്ക് സായുധസേനയിൽ സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ലഭിച്ചു. പദ്ധതി സായുധസേനയിൽ യുവാക്കളുടെ ആവേശവും ഉത്സാഹവും വർദ്ധിപ്പിച്ചു. അതേസമയം കൂടുതൽ സാങ്കേതിക പരിജ്ഞാനമുള്ള സേനയിലേക്കുള്ള പരിവർത്തനം കൂടി സാധ്യമായി. തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. റിസ്ക് എടുക്കാൻ വിമുഖത കാണിച്ചവർ, മാസം തോറും ശമ്പളം കിട്ടുന്ന ജോലിയാണ് അഭികാമ്യം എന്ന് കരുതിയവർ എല്ലാവരും മാറി ചിന്തിച്ചു തുടങ്ങി. അതിനനുകൂലമായ അന്തരീക്ഷം സർക്കാർ സംജാതമാക്കി. സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മോദി സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടിയിലൂടെ നിരവധി ആനുകൂല്യങ്ങൾ നൽകി. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. നിയമപരമായ ബാധ്യതകളുടെ ഭാരം കുറച്ചു. 2017 മുതൽ 2024 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ DPIIT അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ചത് 4.8 ലക്ഷത്തിലധികം തൊഴിൽ അവസരങ്ങളാണ്. ഇതെല്ലാം നേരിട്ടുള്ള തൊഴിലവസരങ്ങളാണ് എന്നതുകൂടി ഓർക്കണം. മോദി സർക്കാരിൻ്റെ 11 വർഷങ്ങൾ പ്രതിബദ്ധതയിൽ നിന്ന് നേട്ടത്തിലേക്കുള്ള പ്രയാണമായിരുന്നു എന്ന അവകാശവാദത്തിന് കരുത്തു പകരുന്നതാണ് കണക്കുകൾ. കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന പദ്ധതികളിൽ 100% പങ്കാളിത്തം ഉറപ്പാക്കാൻ നിയമസഭാ അംഗങ്ങളും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും ഒരുമിച്ച് രംഗത്തിറങ്ങി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഉണ്ണി മുകുന്ദനെതിരെ മാനേജർ വിപിൻ നൽകിയ പരാതി ചർച്ച ചെയ്യാൻ സിനിമാ സംഘടനകൾ ഇന്ന് യോഗം ചേർന്നേക്കും. കൊച്ചിയിലെ അമ്മ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ ഫെഫ്ക പ്രതിനിധികളും പങ്കെടുക്കും. പരാതിക്കാരനായ വിപിനോടും നടൻ ഉണ്ണി മുകുന്ദനോടും എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പലവിധ ചർച്ചകളും നടക്കുന്നുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിരന്തരം ആവർത്തിക്കുന്ന ഉണ്ണി മുകുന്ദനെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഉണ്ണി മുകുന്ദനെതിരായി സമാനമായ രീതിയിലുള്ള പരാതികൾ മുമ്പും വന്നിട്ടുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സംഘടനകൾ ഏത് തരത്തിലാകും ഈ വിഷയം ചർച്ച ചെയ്യുക? ഒരു ചർച്ച ചെയ്ത് രമ്യതയിലേക്ക് രണ്ട് പേരെയും എത്തിക്കുക എന്നതായിരിക്കും സംഘടനകളുടെ മുന്നിലുള്ള ലക്ഷ്യം, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതിൽ ചർച്ചയിലൂടെ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സിനിമാ സംഘടനകൾ നോക്കുന്നത്. കാരണം ഇത് കേസ് എടുക്കുക, പിന്നീട് കോടതിയിലേക്ക് നീങ്ങുക, അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നിലവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെ മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിച്ചു. കോടതി അത് തീർപ്പാക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ എന്ന രീതിയിലേക്ക് കോടതി പറയുകയും എല്ലാം തന്നെ ചെയ്തു. എങ്കിൽ കൂടിയും ഇത് സിനിമാ മേഖലയെ ബാധിക്കുന്ന അവരുടെ ഒരു ഇപ്പോൾ ഉള്ള ഒരു സൽപ്പേരിനെ എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നതാണ്. കാരണം ഓരോ വിവാദവും ഈ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന വിലയിരുത്തലാണ് സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ അതിനകത്ത് തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ സാധ്യമാകട്ടെ എന്ന രീതിയിലാണ് അവർ ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫെഫ്കയും അതിലേക്ക് വന്നുകൊണ്ട് ചില ചർച്ചകൾക്ക് ഈ മാനേജറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചില ചർച്ചകളിലേക്ക് വരികയും അമ്മയും ഇതുപോലെ തന്നെ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണ് ഉള്ളത്. അതുകൊണ്ട് രണ്ടു പേരോടും ചർച്ചകളിലേക്ക് എത്തുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ചർച്ചകൾ നടക്കാനുള്ള ഒരു സാധ്യത അതിനല്പം ഒരു കുറവ് കാണുന്നുണ്ട്. കാരണം ഇന്ന് ചില അസൗകര്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും അറിയിച്ചതായുള്ളൊരു പ്രാഥമിക വിവരമുണ്ട്. എങ്കിൽ കൂടിയും അത് ഔദ്യോഗികമായി അറിയിക്കേണ്ടതുണ്ട്. അത് വൈകാതെ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചർച്ചകളിലേക്ക് നീങ്ങുക, ഈ വിഷയം രമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഉണ്ണി മുകുന്ദൻ ഈ ആക്ഷേപങ്ങളെല്ലാം, ഈ പരാതികളെല്ലാം തന്നെ നിരാകരിച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള മർദ്ദനമോ കാര്യങ്ങളോ ഒന്നും തന്നെ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരം പരാതി തന്നെ അവാസ്തവമായ കാര്യമാണ്, ആ രീതിയിലല്ല കാര്യങ്ങളെന്ന് ഉണ്ണി മുകുന്ദൻ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് തന്നെ വാദിക്കുമ്പോൾ, എന്നാൽ അങ്ങനെയല്ല, തനിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അതിനെ പറയുന്നൊരു കാരണം പുതിയ ചിത്രവും മറ്റൊരു നടനെയും ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് അതിൽ കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിനിമാ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കാരണം ഇത് വേറൊരു തലത്തിലേക്ക് ഈ വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മാറിയേക്കാം. അത് ഈ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത്തരം പടലപ്പിണക്കങ്ങൾ മാറുക, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുമായി കടന്നു വരുന്ന ഘട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് തങ്ങളെ ഇത്തരം ഈ ഗോസിപ്പ് കോളങ്ങളിലേക്കെല്ലാം തന്നെ നിറയുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇത് ഒഴിവാക്കുക, ഈ ചർച്ചകളിലൂടെ വന്ന് ഈ പരാതികൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് സിനിമാ സംഘടനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിനൊരു വലിയ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്, സംശയമില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു തുറന്ന ചർച്ചകളിലേക്ക് പോകാനാണ് സംഘടനകൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതൊരുപക്ഷെ ഇന്ന് ചർച്ചകൾ ഉണ്ടായേക്കും. പക്ഷേ ഇത് രണ്ട് ഭാഗത്തു നിന്നുള്ള ചില അസൗകര്യങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് വരും ദിവസങ്ങളിലേക്ക് ആകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്നുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് സ്കൂളുകൾ തുറക്കുകയാണ്. അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം, പ്രവേശനോത്സവം നടക്കുക. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്ര മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കമാകുന്നത്. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നതും ശ്രദ്ധേയമാണ്. സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇന്ന് 2 മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും സ്കൂളുകളിലേക്ക് പോവുകയാണ്. ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് കുരുന്നുകളുണ്ട്. എങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവായ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ സ്കൂളുകളൊക്കെ റെഡിയല്ലേ? സമഗ്രമായ മാറ്റത്തോടു കൂടി എത്തുന്ന ഒരു അധ്യയന വർഷം കൂടിയാണ് എന്നത് പ്രത്യേകതയുമുണ്ട്.
ഗുഡ് മോർണിംഗ് ആര്യ. സംസ്ഥാനത്ത് വിപുലമായ മാറ്റങ്ങളാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമഗ്രമായ, അതായത് പാഠ്യേതര വിഷയങ്ങളെ പറ്റിയിട്ടുള്ള, ലഹരിയെ പറ്റിയിട്ടും മറ്റ് ഡിജിറ്റൽ സാക്ഷരത, അതേപോലെ ട്രാഫിക് നിയമങ്ങൾ, അങ്ങനെ വിപുലമായ രീതിയിലുള്ള പല വിഷയങ്ങൾ, അതായത് ഒരു നല്ല വിദ്യാർത്ഥി എന്നതിലുപരി ഒരു നല്ല പൗരൻ എങ്ങനെയാകാം എന്നുള്ള ഒരു പരിശീലനമാണ് തുടക്കത്തിൽ തന്നെ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് GSSLP സ്കൂളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നും എത്തിയിട്ടില്ല. എല്ലാവരും സ്കൂളിലേക്ക് എത്താനുള്ള ഒരുക്കങ്ങളിലാണ്. വിപുലമായ പരിപാടികളാണ്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം അതിവിടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇവിടെ അതിനുശേഷം സ്കൂൾ തലത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അക്ഷരത്തോണി, അക്ഷരവള്ളം, അങ്ങനെ സുംബ ഡാൻസ്, കലാപരിപാടികൾ, അങ്ങനെ വിപുലമായ പരിപാടികളാണ്. സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിലുള്ള ഓരോ സ്കൂളുകളും അവരുടേതായ രീതിയിൽ പലതരത്തിലുള്ള കലാപരിപാടികളും മറ്റുള്ള ഗസ്റ്റുകളും മറ്റും എത്തി കുട്ടികളെ ആദ്യത്തെ ദിനം തന്നെ സ്കൂളിലേക്ക് സന്തോഷത്തോടെ വരവേൽക്കാനുള്ള ഒരു പരിപാടികളാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ പാഠ്യവിഷയങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. സിലബസുകളിലും മറ്റും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ സാമ്പത്തിക ശാസ്ത്രം, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ സാമ്പത്തിക വിജ്ഞാനം വളർത്തിയെടുക്കുക എന്നുള്ള തരത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഒരു പാഠ്യവിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ സമഗ്രമായ മാറ്റമാണ്. 13ാം തീയതി വരെ നടക്കുന്ന പല വിധത്തിലുള്ള ക്ലാസുകളാണ്. അതായത് ട്രാഫിക് നിയമങ്ങൾ എങ്ങനെ പാലിക്കാം, ഡിജിറ്റൽ സാക്ഷരത, അതേപോലെ തന്നെ ലഹരി, സമൂഹത്തിന് ഏറ്റവും വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി എങ്ങനെ നേരിടാം, ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു പാഠങ്ങൾ പകർന്നു നൽകിയാണ് സംസ്ഥാന സർക്കാർ തുടക്കം തന്നെ. ഒപ്പം തന്നെ മറ്റുള്ള രീതിയിലുള്ള എല്ലാ പരിപാടികളും സംസ്ഥാനത്തെ പല സ്കൂളുകളും നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പ്രവേശനോത്സവത്തിന്റെ ഗാനം. ഇത്തവണ ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു ഗാനമാണ് ആലപ്പുഴയിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് ആലപിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ സമഗ്രമായ മാറ്റങ്ങളാണ് ഇത്തവണ പ്രവേശനോത്സവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അങ്ങനെ സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ. ഹൈസ്കൂളിലാണെങ്കിൽ 1/2 മണിക്കൂർ കൂടുതൽ സമയം ഇനി കുട്ടികൾക്ക് സ്കൂളിൽ ചെലവഴിക്കേണ്ടി വരും. അതോടൊപ്പം റോബോട്ടിക്സ് 10ാം ക്ലാസ്സിൽ ഒരു പഠന വിഷയമായി വരുന്നു. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, ഇത്തവണ തൊട്ട് പുതിയ അധ്യയന വർഷം തൊട്ട് സൂംബ ഡാൻസ് കൂടി കുട്ടികളെ സ്കൂളിൽ പരിശീലിപ്പിക്കും എന്നുള്ളത്. അത് കുട്ടികളുടെ ഒരു മാനസിക ഉല്ലാസത്തിനും അവർ ഭയങ്കര പിരിമുറുക്കം ഒക്കെ ഒഴിവാക്കി അവരെ ഒന്ന് ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സൂംബ ഡാൻസ് ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ തയ്യാറെടുക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. എന്തായാലും ഇന്നു മുതൽ സ്കൂൾ പ്രവൃത്തി സമയം കൂടും, അത് നേരത്തെ സൂചിപ്പിച്ചു. ഒരു അധ്യയന വർഷത്തിൽ 220 പ്രവൃത്തി ദിനം വേണമെന്ന ആവശ്യവുമായി CK ഷാജി നടത്തിയ നിയമ പോരാട്ടം 2.5 വർഷത്തിനു ശേഷമാണ് വിജയം കണ്ടത്. 6.5 പതിറ്റാണ്ടായി കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ഉറങ്ങിയ നിയമമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത്. പുതിയ സമയക്രമത്തിലായിരിക്കും ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനങ്ങൾ. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും 1/2 മണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ 6 ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനവും ഉൾപ്പെടുന്നതായിരിക്കും ഈ വർഷത്തെ അക്കാദമിക് കലണ്ടർ. സ്കൂൾ തുറക്കുന്നതിന് തലേദിവസമാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനയിൽ കലണ്ടർ പുറത്തിറക്കിയത്. അധ്യാപകന്റെ ഏറ്റവും കുറഞ്ഞ ജോലി സമയം ആഴ്ചയിൽ 45 മണിക്കൂറായി ക്രമീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് മൂവാറ്റുപുഴ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജരും PTA-യും ഹൈക്കോടതിയെ സമീപിച്ചത്. സ്കൂൾ തുറക്കുന്നതിന് 10 ദിവസം മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ അവധികൾ അടക്കം സൂചിപ്പിച്ച് പുറത്തിറക്കണമെന്നാണ് കേരള വിദ്യാഭ്യാസ നിയമം. എന്നാൽ 2025-26 അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത്. ഇത് പ്രകാരം 1 മുതൽ 4 വരെ ക്ലാസുകൾക്ക് 198 പ്രവൃത്തി ദിനങ്ങളും UP-യിൽ 200 അധ്യയന ദിനങ്ങളും, 8 മുതൽ 10 വരെ ക്ലാസുകൾക്ക് 220 പ്രവൃത്തി ദിനങ്ങളും, വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ 1/2 മണിക്കൂർ അധിക പഠന സമയവും ഉണ്ടാകും. 6 ശനിയാഴ്ചകളിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉണ്ടായിരിക്കുക. ന്യൂസ് 18 കൊച്ചി. അപ്പോൾ ഇന്ന് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ഒരു അതിഥി കൂടി ചേരുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അക്ഷരമുറ്റത്ത് പാറിപ്പറക്കാൻ നമ്മുടെ കുരുന്നുകൾ ഒരുങ്ങുമ്പോൾ ഈ സന്തോഷത്തിൽ നമുക്കൊപ്പം ചേരുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെയാണ്. നമസ്കാരം മിനിസ്റ്റർ, സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. നമുക്ക് സ്കൂൾ തുറക്കുകയാണ്. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറായിട്ടുള്ളത് സ്കൂളുകളിൽ? ഇപ്രാവശ്യത്തെ ഒരു പുതുമയുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ 14 ദിവസം
പാഠപുസ്തകം കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. അത് മറ്റു കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട അത് ആ സ്കൂളിൻ്റെ സാഹചര്യം അനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകങ്ങളുടെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ, ഒരു റിവിഷൻ. കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് 10 സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തുടക്കം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഉദാഹരണം, ഇപ്പോൾ ലഹരി എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതൊരു കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ആ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീകരതയൊക്കെ ഒന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് പിന്നെ മനസ്സിലാവും. അടുത്ത ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ശുചീകരണം എന്തുകൊണ്ട് വേണം, നല്ല പെരുമാറ്റം, അധ്യാപകരോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടും സഹപ്രവർത്തകരോടും നല്ല പെരുമാറ്റം. അത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ കുട്ടികൾ അത് ഈ വേറൊരു ലോകത്തെ ആണ് ജീവിക്കുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് ലോകത്തെ അവസാനത്തെ കാര്യമെന്ന് വിശ്വസിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. ഇപ്പം തന്നെ കോഴിക്കോട് ഒരു കുട്ടിയെ സഹപ്രവർത്തകർ ചേർന്നല്ലേ അവനെ കൊന്നത്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ. മലപ്പുറത്ത് ഇതേപോലെ ഒരു സംഭവം നടന്നല്ലോ, ഗുരുതരമായ. എറണാകുളത്തൊരു കുട്ടി 26ാമത്തെ നിലയിൽ നിന്ന് ചാടിയല്ലേ മരിച്ചത്. ഇപ്രാവശ്യം അത് പല സ്കൂളുകളിലും ടീച്ചർമാരോട് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. HMനോട് പോലും അവരൊക്കെ പേടിയാണ് ഇപ്പോൾ കുട്ടികളെ. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലുള്ള ഒരു പൗരബോധം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് ധനം, സാമ്പത്തിക മാനേജ്മെന്റ്. പലതരത്തിലുള്ള കുട്ടികളാണല്ലോ വരുന്നത്. അതിനെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നുണ്ട്. പോക്സോ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്താണത്, അത് നിങ്ങൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ കാര്യത്തെ സംബന്ധിച്ചോളം പഠിപ്പിക്കുന്നുണ്ട്. ഈ നിലയിലുള്ള 10 പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറെടുത്ത് ഓരോ ദിവസം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കേവലം നമ്മൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ പാഠപുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറം ഒരു നല്ല വ്യക്തിയാകാനും നല്ല മനുഷ്യനാകാനുമാണല്ലോ പഠിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നറിയാം. ഈ പുതിയ കാലത്ത് വീടുകളിലെ 4 ചുമരുകൾക്ക് ഉള്ളിലാണല്ലോ പല കുട്ടികളുടെയും ജീവിതം പോകുന്നത്. കാർഷിക സമൃദ്ധിയും മലയാളത്തിന് നന്മയും ഒക്കെ കൂടുതലായി അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചൊക്കെ വല്ലാത്തൊരു അജ്ഞത തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ഏത് തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്? നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കാതുള്ളതാണ്. പഴയ നിലയിൽ തന്നെ സ്പോർട്സിന് ഒരു ഡിവിഷൻ, അതിന്റെ സമയം കണ്ടെത്തണം. ആർട്സിന് ഒരു ഡിവിഷൻ. പണ്ട് നമുക്ക് തയ്യലിനൊക്കെ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കൃഷിയെ നമുക്ക് കുട്ടികൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തെങ്ങിനെയും നമ്മുടെ നെല്ലിനെയും ഒക്കെ തന്നെ മറന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പം അത് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള പുതിയൊരു കാഴ്ചപ്പാട് ഒന്ന്. രണ്ടാമത്തെ സംഗതി സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുകയാണ്. ഒരു കുട്ടിയെ തോൽപ്പിക്കില്ല. പക്ഷേ ഈ പ്രാവശ്യം 9, 7, 6, 5 ഇത്രയും ക്ലാസ്സിലെ കുട്ടികളെ സബ്ജക്റ്റ് മിനിമം പഠിപ്പിക്കുക. ഇപ്പോൾ ഒരു ഗൗരവം വന്ന് കുട്ടികൾക്ക് ഒരു ഗൗരവം വന്ന്, സാറന്മാർക്കൊരു ഗൗരവം വന്ന്, എല്ലാവർക്കും ഗൗരവം വന്ന്. സ്ട്രെസ്, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് ചെയ്യണമെന്ന് ജനറലായിട്ട് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞ സ്കൂളിൽ നിങ്ങൾ സൂമ്പ നടത്തണമെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് എന്നാൽ ചിലപ്പോൾ അവിടെ നടത്താൻ പറ്റുന്ന യോഗ നടത്താൻ വേണ്ടി പറ്റുമായിരിക്കും. മറ്റൊരു സ്കൂളിൽ ഫുട്ബോൾ നടത്താൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ നടത്തിയിരിക്കണം. അപ്പോൾ അത് കായിക വകുപ്പും കുറേ സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോച്ചസിനെയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളിസ്ഥലങ്ങൾ ഇല്ലാത്ത പ്രശ്നമുണ്ട്. പുതുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ഓൺലൈനെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന നിലയിലാണ് ആലോചിക്കുന്നത്. പിന്നെ
അതെ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ പരീക്ഷാഭാരം അതൊരു വലിയ ഭീതി തന്നെയാണ്. ഈ കുട്ടികളിലെ സമ്മർദ്ദം ലഘൂകരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത്തവണ എന്തെങ്കിലും പുതിയ നടപടികൾ പദ്ധതിയിലുണ്ടോ? പരീക്ഷ ഇപ്പോൾ ഈ വർഷം നടപ്പിലാക്കിയില്ലെങ്കിൽ ഞാൻ ഒരു സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വയ്ക്കുകയാണ്. പരീക്ഷകളുടെ എണ്ണം തന്നെ കുറയ്ക്കാൻ സംബന്ധിച്ച് ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ 3 പരീക്ഷ ഉണ്ടല്ലോ, അല്ല പിന്നെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഫൈനൽ പരീക്ഷ. ഇത് 3 മാസം 4 മാസം വെച്ചിട്ടാണ് നടക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ പിന്നെ നമ്പർ കൂട്ടിയാലും അതിന്റെ സമയം കുറച്ച് നടത്താൻ എങ്ങനെ പറ്റുമെന്ന് സംബന്ധിച്ച് ആലോചിക്കുകയാണ്. ഇവിടെ 1ാം ക്ലാസ്സിൽ ചില സ്കൂളുകളിൽ, ചില അൺഎയ്ഡഡ് സ്കൂളുകളിൽ എൻട്രൻസ് പ്രവേശന പരീക്ഷ നടത്തിയാണ് കുട്ടിയെ എഴുതി. ആലോചിക്കുന്ന പ്രശ്നമില്ല. പ്രവേശന പരീക്ഷയൊന്നും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നടത്താൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നില്ല. അപ്പൊ അത്തരത്തിൽ പിന്നെ ഇപ്പോൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തു. പിന്നെ ഈ മെയിൻ്റനൻസ് എല്ലാ സ്കൂളുകളിലും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള പുതിയ കാര്യങ്ങളിലേക്ക് പിന്നെ പോവുകയാണ്. മിനിസ്റ്റർ, ഈ ഹൈസ്കൂളിലെ സമയമാറ്റം അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്ക രക്ഷിതാക്കളിൽ വലിയ രീതിയിലുണ്ട്. അതൊക്കെ ചർച്ചയാകുന്നുമുണ്ട്. ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അതൊരു ആശങ്ക, ശരിയാണ് ആശങ്ക. ഇപ്പം യഥാർത്ഥത്തിൽ ഇതൊരു ഈ ഒരു പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നത് അധ്യാപക സംഘടന തന്നെയാണ്. 110 മണിക്കൂർ 120 മണിക്കൂർ വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരുന്നതാണ്. 210 മാറ്റിക്കണ 210 ദിവസവും 220 ദിവസവും വെച്ച് 210 മണിക്കൂർ അല്ല ദിവസം തന്നെ 210 ദിവസവും 220 ദിവസവും എല്ലാം വെച്ച് മര്യാദയ്ക്ക് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ദിവസങ്ങൾ കൂടിപ്പോയി ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന കോടതി പോകാൻ വേണ്ടി തീരുമാനിച്ചു. കോടതി ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ഉന്നതതല എക്സ്പെർട്ട് കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഒരു നിർദ്ദേശം നൽകി. ആ കമ്മിറ്റി നിർദ്ദേശം നൽകിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ, അതും അതുപോലെ കേരള എഡ്യൂക്കേഷൻ റൂള്, ഇത് രണ്ടും ബേസിക്കായിട്ട് എടുത്തുകൊണ്ടാണ് അവർ തയ്യാറാക്കിയത്. ഞങ്ങളും അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് ഒരു വർഷം എത്ര ദിവസം പഠിപ്പിക്കണം, എത്ര മണിക്കൂർ പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിന്റെ ഉത്തരവാദി അധ്യാപകർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുണ്ടെന്നറിയാം. എന്തായാലും പുതിയതായി 2 ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് ആദ്യമായി സ്കൂളുകളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷവുമായിട്ടൊക്കെ ഇടപെടാൻ ബാക്കി കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്ന സമയമാണ്, ദിവസമാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ അവരോട് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷത്തെ നമ്മുടെ പഠനം ജൂൺ മാസം 2-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ല മിടുക്കന്മാരായി പഠിക്കുക. പഠിക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രസക്തിയുള്ള പ്രശ്നങ്ങളിലും ഇടപെടുക എന്ന് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നിങ്ങൾ പങ്കാളികളാകുക. അങ്ങനെ നിങ്ങളൊരു സമ്പൂർണ്ണ വിദ്യാർത്ഥിയായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മിനിസ്റ്റർ, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം അതിഥിയായി ഇന്ന് രാവിലെയിൽ ചേർന്നത്. നമ്മൾ മറ്റു വാർത്തകൾ കൂടി നോക്കുകയാണ്. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡു കേന്ദ്ര സർക്കാർ ഇന്ന് നൽകും. 81,735 കോടി രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി നൽകുന്നത്. ജനുവരിയിൽ നികുതി വിഹിതത്തിന്റെ 2 ഗഡു കേന്ദ്രം ഒരുമിച്ച് വിതരണം ചെയ്തിരുന്നു. അന്ന് കേരളത്തിന് 3,330.83 കോടിയാണ് ലഭിച്ചത്. ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് കേന്ദ്രം നികുതി വിഹിതം സംസ്ഥാനങ്ങളുമായി വീതം വയ്ക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് റീയൂസ് ചലഞ്ചുമായി ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പ്രാക്ടീസ് റീയൂസ് ബി എ ഗ്രീൻ ചാമ്പ് പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മുൻ വർഷങ്ങളിലെ ബാഗ്, യൂണിഫോം, കുട, ചെരുപ്പ്, വാട്ടർ ബോട്ടിൽ, ചോറ്റുപാത്രം എന്നിവ
വീണ്ടും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തി ജില്ലാ കളക്ടറുടെ കയ്യൊപ്പോടുകൂടിയ ഗ്രീൻ ചാമ്പ് സർട്ടിഫിക്കറ്റ് നൽകും. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. നമ്മൾ സ്കൂൾ തുടങ്ങാൻ പോകുന്നുണ്ടല്ലേ, നമുക്കൊരു ചാലഞ്ചിനോട് തുടങ്ങിയാലോ? നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ശുചിത്വ മിഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഗ്രീൻ ലിറ്റിൽ ചാംപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാലഞ്ച് നടത്തുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച് ബാഗ്സ്, യൂണിഫോം, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സസ് എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ പ്രാവശ്യവും ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് നൽകും. ആൻഡ് ഇതുപോലെ 3 സാധനങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു സമ്മാനവും കിട്ടും. നിങ്ങൾ നേരത്തെ ഇതൊക്കെ മേടിച്ചു പോയിരുന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ടീച്ചേഴ്സ് വഴി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെറുതല്ല. നമ്മുടെ പ്ലാനറ്റിൻ്റെ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്ന റിസോഴ്സസ് നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ്. കൂടുതൽ നമ്മുടെ പ്ലാനറ്റിനെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ല ലോകമാണ് നിങ്ങളുടെ കാര്യം മുഖേന നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. എനിക്കറിയാം നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും ഇടുക്കി മിടുക്കന്മാരായിട്ട് വരും. എല്ലാവർക്കും എൻ്റെ കയ്യൊപ്പിട്ട് ഗ്രീൻ ചാംപ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാനാവട്ടെ എന്ന് കൂടി അഭ്യർത്ഥിച്ചിട്ട് വൺസ് മോർ ബി ദി ഗ്രീൻ ചാംപ്സ്, ലെറ്റ് us all meet. അതെന്തായാലും മികച്ച ഒരു ആശയം തന്നെയാണ് അല്ലേ. അത് ഇടുക്കിയിലെ കുട്ടികൾക്ക് മാത്രമല്ല, സംസ്ഥാനത്തെല്ലാമുള്ള എല്ലാ കുട്ടികൾക്കും ഗ്രീൻ ചാമ്പ് ആവാനുള്ള ഒരു നിർദ്ദേശം, ഒരു സന്ദേശം കൂടിയാണ് കളക്ടർ പങ്കുവച്ചിട്ടുള്ളത്. കവ്വായി കായലിലെ കല്ലുമായിക്കായ്ക്ക് എന്നും ഡിമാൻഡാണ്. പക്ഷേ ഇത്തവണ നേരത്തെ എത്തിയ മൺസൂൺ ഇവരുടെ നഷ്ടങ്ങൾക്ക് മീതെയാണ് പെയ്തിറങ്ങിയത്. മികച്ച വിളവ് പ്രതീക്ഷിച്ച് കാത്തുനിന്ന കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത്. മെയ് മാസം അവസാനത്തോടെയാണ് കാസർഗോഡ് കവ്വായി കായലിൽ കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് കാലം. കാലവർഷം തുടങ്ങി കായൽ വെള്ളത്തിലെ ഉപ്പുരസം മാറുന്നതിനു മുൻപ് കല്ലുമ്മക്കായ മുഴുവൻ വിളവെടുത്ത് വിപണിയിൽ വിറ്റഴിക്കണം. കല്ലുമ്മക്കായയ്ക്ക് പരമാവധി വളർച്ചയെത്താൻ കാത്തുനിൽക്കുന്നവർക്ക് മെയ് മാസത്തെ ഈ വിളവെടുപ്പ് ഭേദപ്പെട്ട ആദായം നൽകിയിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷയാണ് ഇത്തവണ പാടെ ഇല്ലാതായത്. ഈ കല്ലുമ്മക്കായ് പോയെന്ന് വെച്ചാൽ ഇപ്പോഴില്ല, പെട്ടെന്നില്ല മഴ കാരണമാണ് എല്ലാം ഇതായിന്. അല്ലെങ്കിൽ ഈ മഴ എന്ന് വെച്ചാൽ ഈ മാസം കഴിഞ്ഞാൽ സാധാരണ മഴ വരാറുള്ളൂ. പെട്ടെന്ന് മഴ വന്നു മൊത്തം നശിച്ചു. മഴ വന്നാൽ ഇപ്പ് മാറി. ഇപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളമുണ്ടെങ്കിൽ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഇത് പെട്ടെന്ന് പുഴയിൽ വെള്ളത്തിന് മാറ്റം വന്നു. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാവരും ഇതല്ലേ. പ്രാദേശികമായി വിറ്റഴിക്കുന്നതിന് പുറമെ ഇതര ജില്ലയിൽ നിന്നും കല്ലുമ്മക്കായ്ക്ക് ആവശ്യക്കാർ എത്താറുണ്ട്. കിലോഗ്രാമിന് 200 രൂപ തോതിലും ചാക്ക് കണക്കിലുമൊക്കെയാണ് കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലേക്ക് കല്ലുമ്മക്കായ കൊണ്ടുപോയിരുന്നത്. എന്നാൽ അണമുറിയാതെ പെയ്ത മഴയിൽ കല്ലുമ്മക്കായകൾ വാ തുറന്നു തുടങ്ങിയതോടെ ആരും വാങ്ങാതെയായി. ആദ്യമൊക്കെ കിലോയ്ക്ക് 100 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 50 രൂപ പോലും ലഭിക്കുന്നില്ല. വാ പിളർന്നു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാകുന്നതിനാലാണ് കല്ലുമ്മക്കായ്ക്ക് വിപണി നഷ്ടപ്പെടുന്നത്. മുൻകൂർ പണം നൽകാതെ കല്ലുമ്മക്കായ കേടുകൂടാതെ വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ മാത്രം പണം നൽകാമെന്ന ധാരണയിലുമൊക്കെയാണ് കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ അധ്വാനത്തിനുള്ള കൂലി പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 വലിയ പറമ്പ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതിയിൽ മരണസംഖ്യ 30 ഉയർന്നു. അരുണാചൽ പ്രദേശിൽ 9 പേരും, അസമിൽ 8 പേരും, മേഘാലയയിൽ 6 പേരും, മിസോറാമിൽ 5 പേരുമാണ് മരിച്ചത്. അസമിലെ 11 ജില്ലകളെ പ്രളയം ബാധിച്ചു. യുറിൽ നദി കരകവിഞ്ഞതോടെ മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിലെ മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ അരുണാചൽ പ്രദേശിലെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു. അസം, അരുണാചൽ പ്രദേശ്, സിക്കിം മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹായം വാഗ്ദാനം ചെയ്തു. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം നിരസിച്ചുവെന്ന ആരോപണം തള്ളി ഹമാസ്. ഇസ്രായേൽ സുരക്ഷാ ഉറപ്പുകൾ പാലിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തുവെന്നും ആരോപിച്ചു. അതേസമയം അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് നിരസിച്ചതായി മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു. സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാക്കി റഷ്യൻ യുക്രൈൻ സംഘർഷം രൂക്ഷമാവുകയാണ്. വൊദോലോഹ
നൊവേപോല ഗ്രാമങ്ങൾ പിടിച്ചെടുത്തെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടതിന് പിന്നാലെ യുക്രൈൻ ആക്രമണം ശക്തമാക്കി. റഷ്യയുടെ 40 വിമാനങ്ങൾ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തെന്ന് യുക്രൈൻ അറിയിച്ചു. റഷ്യയിൽ ബെലായ എയർ ബേസിലായിരുന്നു ആക്രമണം. യുക്രൈനിൽ നിന്ന് ഏതാണ്ട് 4000 കിലോമീറ്റർ അകലെയാണ് ഈ എയർ ബേസ്. പടിഞ്ഞാറൻ റഷ്യയിൽ സ്ഫോടനങ്ങളെ തുടർന്ന് 2 ട്രെയിനുകൾ പാളം തെറ്റി അപകടമുണ്ടായി. ഇന്നത്തെ ഇസ്താംബുൾ യോഗത്തിൽ യുക്രൈൻ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ പ്രതിനിധി സംഘത്തെ വീണ്ടും പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമേറോവ് നയിക്കും. IPL 18ാം സീസണിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് കലാശ പോരാട്ടം. രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് തകർത്താണ് പഞ്ചാബിന്റെ രണ്ടാം IPL ഫൈനൽ പ്രവേശം. 204 റൺസ് വിജയലക്ഷ്യം. ഓവർ ശേഷിക്കെ കിങ്സ് മറികടന്നു. 87 റൺസുമായി പുറത്താകാതെ നിന്ന പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ് കളിയിലെ താരം.